ചാപ്റ്റർ 5 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ പാർട്ട് 2-ൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. പാർട്ട് 1-ൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരുന്നു അല്ലേ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്ത് ആഡും ലെസ്സും ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. എന്നാൽ ചില ക്വസ്റ്റ്യനിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ല തരിക, പാസ്ബുക്ക് തരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആഡ് ലെസ്സും ചെയ്ത് കിട്ടുന്നത് ഏതാവണം? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആവണം. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്ക് ആര് പ്രിപ്പയർ ചെയ്യുന്നതാണ്? ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് പാസ്ബുക്ക് ആണെങ്കിൽ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ്സാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് കാരണമായ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, ഇങ്ങനെ പലതരത്തിലുള്ള ഡിഫറൻസിനുണ്ടാവുന്ന കോസസ് അഥവാ പല കാരണങ്ങളെ കൊണ്ട് പാസ്ബുക്കും ക്യാഷ് ബുക്കും ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ളതിനെ നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വൈ ദ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യനുകളാണുള്ള, ഒരു 4 മാർക്കിൻ്റെയും 2 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരുന്നു തന്നത്, ഇവിടെ തന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ കൈകൾ പിടിക്കട്ടെ. വലത് കൈ നമ്മൾ പറഞ്ഞു ഏതാണ്? റൈറ്റ് ഹാൻഡിൽ ക്യാഷ് ബുക്കും ഇടതിൽ പാസ്ബുക്കുമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റൊക്കെ വരച്ച് സെറ്റാക്കി ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 26,000 എഴുതി വെക്കാം, ക്വസ്റ്റ്യനുള്ള പോലെ. ഇനി നമുക്ക് BCDE ഇങ്ങനെ 4 ഐറ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കാം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് 6,000 ആവും. ആരാണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ബിസിനസ്സാണ്. ബിസിനസ്സിന് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ചെക്ക് റിസീവ് ചെയ്യണം. വെൻ ചെക്ക് റിസീവ്ഡ്, അപ്പോൾ ബാങ്ക് ക്യാഷ് ബുക്ക് അഥവാ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ ക്യാഷ് ബുക്കാണ് വിത്ത് ബാങ്ക് കോളം. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള ആ ക്യാഷ് ബുക്കിൽ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ 6,000 രൂപ കൂടും. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല? ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് ക്ലിയർഡ്, ബാങ്ക് അതിൽ ക്ലിയർ ചെയ്തിട്ടില്ല, ബാങ്ക് അതിൽ കൂട്ടിക്കാണിച്ചിട്ടില്ല, ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ കൂട്ടിക്കാണിച്ചിട്ടില്ല. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ നമ്മൾ ക്യാഷ് ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ലെസ് ചെയ്യുക, ഈക്വൽ ചെയ്യുക. പക്ഷെ നമുക്കിവിടെ ക്യാഷ് ബുക്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പാസ്ബുക്കിൽ എന്ത് ചെയ്യാം? പാസ്ബുക്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ഇവിടെ ഓൾറെഡി ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറയുന്നു. ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെക്ക് റിസീവ് ചെയ്യണ്ടേ? ചെക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാഷ് കൂടും, ക്യാഷ് ബുക്കിൽ കൂട്ടിക്കാണിക്കും. അപ്പോൾ നമുക്ക് പാസ്ബുക്കിലും അതെന്ത് ചെയ്യാം? കൂട്ടിക്കാണിക്കാം. ബിക്കോസ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഏതാണ്? ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? പാസ്ബുക്കാണ്. അപ്പോൾ പാസ്ബുക്കിൽ നമ്മൾ കുറയ്ക്കുകയാണോ? വേണ്ടേ? അല്ലല്ലോ. പാസ്ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിക്കാണിക്കും. ക്ലിയർ അല്ലേ? പാസ്ബുക്കിൽ ബാങ്കിൽ വിളിച്ചിട്ട് ബാങ്കുകാരോട് പറയണം, ഞങ്ങൾക്ക് ചെക്ക് റിസീവ് ചെയ്ത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ ബാങ്കിൽ പാസ്ബുക്കിൽ കൂട്ടണം എന്നല്ല. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 26,000 എഴുതിയിട്ട് അതിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ള ഐറ്റാണ്. അടുത്ത ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ആണ്. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ തന്നെ നമ്മൾ എവിടുന്ന് ലെസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ നിന്ന് ലെസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പാസ്ബുക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഈക്വൽ ആവണമെങ്കിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ അത് മുകളിലോട്ട് പോയാൽ അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഈക്വൽ ആവും. അപ്പോൾ ലെസ് ചെയ്തു. ഓക്കെ. അടുത്ത് ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാസ്ബുക്കിൽ കൂടിയിട്ടുണ്ട്. പാസ്ബുക്കിൻ്റെ ബാലൻസ് ആണ് സ്റ്റാർട്ടിങ്. പാസ്ബുക്കിലേ നമുക്ക് തൊടാൻ കഴിയുള്ളൂ, ക്യാഷ് ബുക്ക് തൊടാൻ കഴിയില്ല. ബിക്കോസ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഏതാണ്? പാസ്ബുക്ക് ബാലൻസ്. അപ്പോൾ പാസ്ബുക്കിൽ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അടുത്ത ഐറ്റം പറയുന്നത് ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ പാസ്ബുക്കിൽ നിന്നും ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ബുക്ക് തൊടാൻ കഴിയില്ല, പാസ്ബുക്കിൽ ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ ഈക്വൽ ആവും. ആഡ് ആവട്ടെ. ഇനി ഞാൻ പറയണ്ടല്ലോ, ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ 1 by 1 ആയിട്ട് എടുത്ത് എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇവിടെ 26,000 നിന്ന് കൂടെ 8,000 ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ചെയ്തു. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് 900 ലെസ് ചെയ്തപ്പോൾ 33 100 വന്നു. ഇനി ബാങ്ക് റീകൺസിലിയേഷൻ. അടുത്ത ക്വസ്റ്റ്യനാണ്
ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ബൈ ആരാണ്? ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ, ഗവൺമെൻറ്, നൺ ഓഫ് ദീസ്. ആരാ? ബിസിനസ് അഥവാ അക്കൗണ്ട് ഹോൾഡ് ചെയ്ത ആൾ. ബിസിനസ്, ഇവിടെ അക്കൗണ്ട് ഹോൾഡർ. ഓക്കെ. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തന്നിട്ടുണ്ട് അടുത്ത്. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 10,000 എഴുതി വെച്ചു. ഇനി ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ആണ്. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചിട്ടുണ്ട്, നമുക്ക് പാസ്ബുക്കിൽ നിന്നും കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ലെസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്കാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? പാസ്ബുക്കിൽ ഒരു 150 രൂപ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് കളക്റ്റഡ് ആണ്. ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെക്ക് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പാസ്ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ? ഓക്കെ. അടുത്ത് ബാങ്ക് ചാർജ്. ഇവിടെ ശ്രദ്ധിക്കണം, നാലാമത്തെ ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് പുറത്തേക്ക് കൊടുത്തതിനെ കുറിച്ചല്ല പറയുന്നത്. നമുക്ക് ചെക്ക് റിസീവ് ചെയ്തിട്ട് ആ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഉദ്ദേശം. അപ്പോൾ ചെക്ക് റിസീവ്ഡ് ആണ്. അതുകൊണ്ടാണ് ചെക്ക് റിസീവ്ഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിലും ആഡ് ചെയ്യണം. ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് ചാർജ് പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെ നിന്നും കുറയ്ക്കണം? ക്യാഷ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷെ ഇവിടെ ക്യാഷ് ബുക്കല്ല ഉള്ളത്, പാസ്ബുക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ചതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നതൊക്കെ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫൈനൽ ആൻസർ 9430 വരുന്നത്. ഓക്കെ അല്ലേ? നമുക്കിവിടെ ആഡ് ആണോ ലെസ് ആണോ എന്ന് മനസ്സിലാക്കിയല്ലേ ഇവിടുത്തെ റിസ്ക് ഉള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കിൻ്റെ. പാസ്ബുക്ക് തന്നിട്ടുണ്ട്. അഥവാ ഓൺ 31st January 2013 the passbook of Mrs. Rashmi ആണ്. ഷോ എ ക്രെഡിറ്റ് ഓഫ് എമൗണ്ട് തന്നിട്ടുണ്ട്. ഓൺ വെരിഫൈങ് ദ പാസ്ബുക്ക് വിത്ത് ക്യാഷ് ബുക്ക് ദ ഫോളോയിങ് വെർ ഒബ്സർവ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് റീകൺസിലേഷനിൽ ആദ്യം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 15,000 എഴുതി വെക്കാം. എന്നിട്ട് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടിൽ. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് കുറച്ചിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. നമുക്ക് പാസ്ബുക്കിൽ നിന്ന് എന്ത് ചെയ്യാം? കുറയ്ക്കാം. കുറച്ചോളൂ. അടുത്ത ഐറ്റം, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് എന്ന് പറയുമ്പോൾ ചെക്ക് റിസീവ് ചെയ്തു. ഓക്കെ അല്ലേ? ചെക്ക് റിസീവ് ചെയ്തപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കൂട്ടി കാണിച്ചു. പക്ഷെ ബാങ്കിൽ കൊണ്ടുകൊടുത്തിട്ട് ഇപ്പോഴും എന്ത് ചെയ്തില്ല? ക്ലിയർ ചെയ്തില്ല. അപ്പോൾ ബാങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ദെൻ ബാങ്ക് ചാർജ് നോട്ട് സീൻ ഇൻ ദി ക്യാഷ് ബുക്ക്. ബാങ്ക് ചാർജ് ക്യാഷ് ബുക്കിൽ കാണാനില്ല എന്ന് പറയുമ്പോൾ ബാങ്ക് ചാർജ് പാസ്ബുക്കിൽ നിന്ന് കുറച്ചിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പാസ്ബുക്കിൽ ഓൾറെഡി കുറച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ. അസർട്ടൈൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആസ് എബോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്ത് അവസാനം കിട്ടുന്നത് ഏതാണ്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും അല്ലേ? ഇവർ ചോദിച്ചതും ഇങ്ങനെ തന്നെയാണ്. അസർട്ടൈൻ ദ ക്യാഷ് ബുക്ക് ബാലൻസ് ആസ് ഓൺ ദ എബോ ഡേറ്റ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ആ എബോ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 31st January 2013. ഇനി നിങ്ങളൊരു ചെറിയ നോട്ട് എഴുതി വെക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണണം കേട്ടോ. ഒന്ന്, ഒരു 2 കോളം കൊടുക്കുക. ഇൻ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ, പിന്നെ ഇൻ ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ്? ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒന്ന്, പിന്നെ ഇൻ ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്? ബാങ്കിൻ്റെ. ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചർച്ച ചെയ്യാം. ബാങ്കിൽ എമൗണ്ട് കൊണ്ടുപോയിട്ട് ഇടുമ്പോൾ നമ്മൾ ബാങ്കിന് എന്താ ചെയ്യുക? ഡെബിറ്റാണ് ചെയ്യുക. കാരണം ബാങ്ക് അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എഴുതാം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് മീൻസ് ഹൈഫൺ ഇട്ട് എഴുതാം. ഇറ്റ് മീൻസ് എന്താണ്? ഡെബിറ്റ് ചെയ്യുക. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുക മീൻസ് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക അല്ലെ? ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി എന്താ നമ്മൾ എഴുതാറ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്കാണ്. ബാങ്കിനെ ക്രെഡിറ്റ് ആണ് ചെയ്യാറ് അല്ലേ? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ബാങ്കിന് ഡെബിറ്റാണ് ചെയ്യാറ്. ക്ലിയർ ആണോ? ഓക്കെ. എന്നാൽ ഇതേ സംഭവം തന്നെ ബാങ്കിൻ്റെ ആംഗിളിൽ ചെറിയ മാറ്റം വരും. ഓക്കെ അല്ലേ? നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി എന്താ എഴുതുക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്നാൽ ബാങ്കിൽ അവരെന്താവും ജേണൽ എൻട്രി എഴുതുന്നുണ്ടാവുക? ആലോചിച്ചിട്ടുണ്ടോ? ബാങ്കിന് ക്യാഷ് കിട്ടില്ലേ? ബാങ്കിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും ക്യാഷ് അസറ്റ് തന്നെയാണ്. അപ്പോൾ ബാങ്കിൻ്റെ ക്യാഷ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബാങ്ക് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാ? ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷാക്കിറിൻ്റെ അക്കൗണ്ടാണ് അവർ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ എഴുതുക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷാക്കിർ.
ക്ലിയർ? ഷാക്കിറിന് എന്താ ചെയ്തത്? ക്രെഡിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഷാക്കിറിനെ ക്രെഡിറ്റ് ചെയ്തത്? ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വിടും. ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പോകണം? നമ്മളെ കോൾ അറിയാലോ. ഇപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയുള്ളത്? റൈറ്റ് സൈഡിലേക്കൊക്കെ പോയി. ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വിചാരിക്കണം? ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഷാക്കിർ ഒരു ലയബിലിറ്റിയാണ്. ഓക്കെ അല്ലേ? കാരണം ഷാക്കിർ ഒരു എമൗണ്ട് ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ഷാക്കിർ എപ്പോൾ ചോദിച്ചാലും തരണം. ഓക്കെ അല്ലേ? അപ്പോൾ ബാങ്ക് എഴുതിയ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷാക്കിർ. എന്നിട്ട് എൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. എന്താ മെസ്സേജ്? യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ്. കണ്ടില്ലേ? നിങ്ങൾ ഡയറക്റ്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ അവർ മെസ്സേജ് ചെയ്യുന്നത് യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ്. അപ്പോൾ നമ്മുടെ ബാങ്കിലെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്താണ്? ബാങ്കിൽ നമ്മുടെ പൈസ കൂടുകയാണ്. ഗോട്ട് ഇറ്റ്? ഇനി ATM-ൽ നിന്നും പൈസ ഒരു 500 രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മെസ്സേജ് വരും യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ്. ഇല്ലേ? വരാറില്ലേ? വിച്ച് മീൻസ് എന്താണ്? അവരുടെ എൻട്രി എന്താവും എന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അവർക്ക് ക്യാഷ് കൂടി, ഒപ്പം തന്നെ ഒരു ലയബിലിറ്റിയും കൂടി. എൻട്രി എന്താ എഴുതി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷാക്കിർ ക്യാപിറ്റൽ. അതേ ഷാക്കിർ തന്നെ ഒരു 500 രൂപ ATM-ൽ നിന്ന് വിഡ്രോ ചെയ്തപ്പോൾ അവർ എഴുതിയ എൻട്രി എന്താ അറിയോ? ഷാക്കിർ അക്കൗണ്ട് ഡെപ്റ്റർ, ഷാക്കിർ അക്കൗണ്ട് ഡെപ്റ്റർ, ഷാക്കിർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഷാക്കിറിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും അവർ, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ 2 ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട് കൂടി എന്നാണ് അർത്ഥം. അവരുടെ ലയബിലിറ്റി കൂടി. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ക്രെഡിറ്റ്. അപ്പോൾ ബാങ്കിൻ്റെ ആംഗിളിലാണ് ഈ ക്രെഡിറ്റും ഡെബിറ്റും അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു എന്നൊക്കെ വരുന്നത്, അല്ലാതെ ബിസിനസ്സിൻ്റെ അല്ല. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് 5 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്താൽ ബിസിനസ്സിന് ആ 5 ലക്ഷം ഏതാണ്? ഡെബിറ്റാണ്. അറ്റ് ദ സെയിം ടൈം ബാങ്കിന് അത് ഏതാണ്? ക്രെഡിറ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ നോട്ടിൽ ആരുടെ ഇൻ ദി ബുക്സ് ഓഫ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ളതിൽ നമ്മൾ എഴുതണം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് ആർക്ക്? ക്രെഡിറ്റ് ആണ്. ആർക്ക് വരുന്നത്? ബാങ്കിന് വരുന്നത്. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താൽ അത് എന്താണ് വരുന്നത്? ഡെബിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് വെച്ച് നന്നാവും. ഓക്കെ.